എല്ലാവർക്കും നമസ്കാരം. UPSC കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 21 നാഷണൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ഇന്ത്യ ആചരിക്കുന്ന ഒരു ദിവസമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ചരിത്രവശം നോക്കുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ, ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി, നമ്മുടെ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ, പ്രൊബേഷണറി ഓഫീസേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസത്തെക്കുറിച്ച് അവരെ ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, അവരെ അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സോ നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസിൽ നിന്നും എന്താണ് അവരുടെ സർവീസ് ലൈഫിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയാം. എന്നോടൊപ്പം ഇരിക്കുന്നത് ADGP ശ്രീജിത്ത് സാറാണ്. സാർ, ആദ്യം ഞാൻ UPSC കേരള എന്താണെന്ന് സാറിനൊന്ന് പരിചയപ്പെടുത്താം. അതൊരു ജസ്റ്റ് ഒരു ആസ്പിരൻ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിലെ എല്ലാ ആസ്പിരൻസിനെയും ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തും. അപ്പോൾ സാറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറും ഒരു കാലത്ത് ആസ്പിരൻ്റ് ആയിരുന്നു. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഒരു ആവശ്യകത അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയെ പറ്റി സാറിന് എന്തൊക്കെയാണ് തോന്നുന്നത്? 100% എനിക്ക് ഇങ്ങനെ കൂട്ടായ്മ ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ട് 100% അനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാൻ ആസ് എൻ ആസ്പിരൻറ്റ്. നമുക്കന്ന് ഈ സിവിൽ സർവീസ് നേടിയ ആൾക്കാർ, IAS, IPS എന്ന് പറഞ്ഞാൽ ദന്തഗോപുരത്തിലിരിക്കുന്ന വലിയ വലിയ ആൾക്കാർ, അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും അവസരമില്ല. അവരുടെ അടുത്ത് പോയാൽ എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യാമെന്നറിയില്ല. വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ 100% അന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതര സംസ്ഥാനങ്ങളിലും ഡൽഹിയിലുമൊക്കെ ഇങ്ങനത്തെ കൂട്ടായ്മകൾ വളരെ സജീവമാണ്. അവർ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോവുകയുണ്ടായി. അതിനുവേണ്ടി ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവരുമായിട്ട് അങ്ങനെ അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായി. അവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും കൂടെ ഫലമായിട്ടാണ് എനിക്ക് സിവിൽ സർവീസിൽ എത്താൻ സാധിച്ചത്, IPS കാരനാവാൻ സാധിച്ചത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നതിന് എനിക്ക് വലിയ അത്ഭുതമാണ്. ഞങ്ങളുടെയൊന്നും കാലത്ത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. എല്ലാവരും പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഒരു ശരാശരി മോഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും BEd കഴിഞ്ഞൊരു ടീച്ചറായി മാറുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ലർക്ക് ജോലി കിട്ടുക. ഇപ്പോൾ സിവിൽ സർവീസ് നമുക്ക് എന്നും അപ്രാപ്യമാണെന്ന് കരുതിയിരുന്ന കുറേ കൂട്ടുകാരായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് കേരളത്തിൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്, നല്ല കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് സിവിൽ സർവീസിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ. സാറൊരു ആസ്പിരൻ്റ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സാറിന് പല തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നതാണ് സിവിൽ സർവീസിനെ കുറിച്ച്. ഒരുപക്ഷെ കുറച്ചും കൂടെ ഇതായിട്ട് ജനറൽ വ്യൂവിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ സിനിമകളിൽ കാണുന്ന പല ഫിക്ഷിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്, ഭരചന്ദ്രൻ IPS തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ കണ്ടിട്ടായിരിക്കണം പലരും സിവിൽ സർവീസ് എന്നൊരു മോഹമായിട്ട് കയറി വരുന്നത്. പക്ഷേ കയറി വരുന്നതിന് ശേഷം, സർവീസിൽ കയറിയതിന് ശേഷം അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി നേരെ വ്യത്യസ്തമാണ്. സാറിനെ കുറിച്ചുള്ള അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസിൽ കയറിയതിന് ശേഷം? ഞാൻ എന്തായാലും ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ സിനിമയിൽ മാത്രം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവർക്ക് സിനിമയ്ക്ക് പുറത്ത് ജീവിതമേ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്തിറങ്ങിയ ഒരു സിനിമ ഞാൻ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് അത് വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലൈഫുമായിട്ട് നമ്മൾ പല സിനിമകളും തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു ലെവലേഷൻ പോലും ലൈഫുമായിട്ടൊരു പല സിനിമകളും പല ആൾക്കാരെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ അടുത്തിറങ്ങിയ വിവാദപരമായ പല സിനിമകളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആൾക്കാരെ അത് പലതരത്തിൽ സ്വാധീനിക്കുകയും അതുവഴി പോസിറ്റീവായിട്ടുള്ള വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും, പക്ഷെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട നല്ല കലാകാരന്മാർ അതിനുവേണ്ടി ലൈഫ് സിറ്റുവേഷൻസ് മാത്രം മുന്നിൽ ഇറക്കിക്കൊണ്ട് ചെയ്ത കുറേ നല്ല സിനിമകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സൂപ്പർ ഹീറോയിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളൊന്നും അത്ര ലൈഫുമായിട്ട് വലിയ ടച്ച് ഉണ്ടാവില്ല. അതൊക്കെ നോർമലായിട്ടുള്ള നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള സിനിമകളും മറ്റുമൊക്കെ പ്രതിപാദിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആ നാട്ടിൻ്റെ ചുറ്റുപാടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിയലായിട്ട് കണ്ട ഒരാളിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത്. അത് എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു സബ് കളക്ടറിൽ നിന്നാണ്. അത് ഞാൻ കളക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ IAS കാരനാവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജോലി ഉണ്ടെന്നോ തിരിച്ചറിയുന്ന കാലത്ത് പോലുമല്ല. വളരെ ചെറുപ്പത്തിൽ 7-ലോ 8-ലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥാപനത്തിൽ വന്ന ഒരു സബ് കളക്ടർ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ജോലി, ഒരു ഭയങ്കര മാനീയമായ, മറ്റുള്ള എല്ലാ ആൾക്കാരും രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ എന്ന് ആ സമയത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ, ആ സമയത്ത് അന്ന് കണ്ട കാഴ്ചയിൽ മന്ത്രിമാരും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഏറ്റവും ആൾക്കാരെ ആകർഷിച്ച വ്യക്തിത്വം ഒരു സബ് കളക്ടറായിരുന്നു. അദ്ദേഹം
നീതി ആയോഗിന്റെ CEO ആണ്, അമിതാഭ് കാന്ത് സാറാണ്. അപ്പൊ അമിതാഭ് കാന്ത് സാർ എൻ്റെ നാട്ടിൽ സബ് കളക്ടറായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് സബ് കളക്ടർഷിപ്പിൽ എൻ്റെ നാട്ടിൽ വന്ന് അദ്ദേഹം അവിടെ വലിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തിരിച്ചു പോയി. ആ സമയത്ത് പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സബ് കളക്ടർ ആവണമെന്നോ IAS നേടണമെന്നോ എന്താണ് IAS എന്ന് പോലും തിരിച്ചറിയാൻ പാടില്ലാത്തൊരു കാലത്ത് ഉണ്ടായ ഒരു സ്പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് വളർന്നു വരുന്ന സമയത്ത് ആ സ്പാർക്കിന് ചെറിയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സാഹചര്യങ്ങൾ പോലും പ്രതികൂലമായിരിക്കുന്ന സമയത്ത് ആ ഒരു സ്പാർക്കിൻ്റെ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള സമൂഹമോ ആരൊക്കെയോ അതിനെ ഊതി പെരുപ്പിച്ചത് കൊണ്ട് ഈ രംഗത്ത് വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ട് രംഗത്ത് വന്ന പല ആൾക്കാരെ കുറിച്ചിട്ട് എനിക്കറിയാം. പക്ഷെ സിനിമ പോലെയുള്ള അതിലുള്ള സൂപ്പർ ഹീറോയിസം കാണിക്കുന്ന നായകന്മാരെ കണ്ടുകൊണ്ട് ആരെങ്കിലും സിനിമയെ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പം മന്ത്രിമാരൊക്കെ പോയി കോളറിനെ പിടിച്ച് തള്ളുന്നതും ഇന്നത്തെ കാലത്ത് പോയിട്ട് ഒരു കാലത്തും അങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റൈറ്റ്. ഓക്കെ സാർ, അടുത്ത ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു സർവീസ് ലൈഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രഷേഴ്സ് കൂടുതലുള്ള കുറേ ജോലികൾ കാണും, ഫ്രസ്ട്രേഷൻസ് ഫീൽ ചെയ്യാം. ആസ് എൻ ആസ്പിറൻറ്റ് ഇറ്റ് സെൽഫ് ആ ഒരു പരീക്ഷ പ്രിപ്പറേഷനിൽ തന്നെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതെല്ലാം സാറിന് അതിൻ്റെ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസ് എല്ലാം തന്നെ സർവീസിലേക്ക് കയറിയതിന് ശേഷമുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് സാറ് കാണുന്നുണ്ടോ, അതോ ഡു യു ഫീൽ ഈസി ടു ക്യാരി ഓൺ ദിസ് സർവീസ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ഫീൽഡിൽ പോയാലും ഇപ്പോൾ ഒരു IAS കാരനാവണമെന്നില്ല, നമ്മുടെ ഒരു തട്ടുകടയിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നവരാണെങ്കിൽ അയാൾക്കുണ്ടാവും കുറേ പ്രഷേഴ്സ്, അയാൾക്കുണ്ടാവും കുറേ ഫ്രസ്ട്രേഷൻസ്, അയാൾക്കുണ്ടാവും നമ്മളെക്കാൾ കൂടുതൽ ഇഷ്യൂസ്. അപ്പം അതിൻ്റെ സാധാരണക്കാരായ ആൾക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ ഫ്രസ്ട്രേഷൻസ് ഒന്നും ഒരു IAS കാരനുണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള അവരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനും അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അവരുടെ ഇഷ്യൂസിന് എങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിൽ ആ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് കാണാനാണ് നമ്മളെ ഈ സീറ്റിലേക്ക് ഇരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഇപ്പോൾ 27 വർഷം ഞാൻ സിവിൽ സർവൻ്റാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സിവിൽ സർവൻ്റായിട്ടാണ് ഞാൻ ഈ സീറ്റിൽ എത്തിയിരിക്കുന്നത്. 27 വർഷമായി. അപ്പോൾ ഈ 27 വർഷത്തിനിടയിലും എനിക്ക് ഈ ജോലി അങ്ങനെ ഒരു സീരിയസ് ഫ്രസ്ട്രേഷൻസ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ചില സന്ദർഭങ്ങൾ അങ്ങനെ തോന്നിക്കാറുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് പിന്നെ ആ ജോലി മൊത്തം ഈ ആർക്കും പറ്റാത്തതാണെന്നുള്ള തോന്നലല്ല. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് കിട്ടാതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ ലൈഫിനെ അത് ഉദ്ദേശിക്കാത്ത തരത്തിൽ ലൈഫിനെ അത് ബാധിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും. അതിന് പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ മദർ തീരെ സുഖമില്ലാതായി കിടക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ആശുപത്രികളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മികച്ച ഒരു ഡെപ്യൂട്ടി കളക്ടർ എന്നുള്ള അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന കാലത്ത് പോലും എന്നെ എൻ്റെ നാട്ടിൽ ജോലി ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വിട്ടെറിഞ്ഞ് പോയാലോ എന്ന് തോന്നിപ്പോയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ ചുറ്റുപാടുള്ള എൻ്റെ ഈ സമൂഹം ഒരിക്കലും അതിന് സമ്മതിക്കാത്തത് കൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, പക്ഷെ അതിനെ മറികടക്കാൻ കഴിയുന്നവരാണ് ഈ സിവിൽ സർവീസിൽ പ്രധാനപ്പെട്ട വിജയികളായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എത്ര ഫ്രസ്ട്രേഷൻസ് അനുഭവിച്ചിട്ടുണ്ട്, കൂടുതൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറഞ്ഞേ വരും. നമ്മുടെ ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉയർന്നു വരുമ്പോൾ നമുക്കത് കുറഞ്ഞു വരും. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത്. മുകളിലോട്ട് കയറും തോറും എൻ്റെ പിന്നെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ച് വരികയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സിവിൽ സർവീസിലേക്ക് വനിതകൾ കടന്നു വരണം, എസ്പെഷ്യലി ഇൻ ദ പോലീസ് സർവീസസ്. സോ
അവർ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഡു യു തിങ്ക് ദ വുമൺ ആർ ആക്ച്വലി ഔട്ട് നമ്പേർഡ് ഇൻ ദ സിവിൽ സർവീസ് arena or do you even think there's a kind of a discrimination or some kind of discrimination among the means women എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ എന്തെങ്കിലും നേരിടുന്നുണ്ടോ? See, I cannot speak for the civil service in total because Okay. I mean the civil service consists of various services. You know, the gender representation, like, or the proportion of women in the service would be different in the IAS vis-a-vis the IPS. Because of various factors, because you know, maybe women preferring certain other services more than the IPS. So I can talk for the IPS because I'm a member of this service. Appo IPS തീർച്ചയായിട്ടും I mean we still have some way to go before we can reach that ideal gender balance. Right. The representation of women in the force is still you know, slightly low. But we are seeing it changing before our very eyes, because I remember back in 2013 when I joined the service, that was the year where we had the maximum number of women you know, entering the IPS. Okay. So we were around 33 women out of a batch of 150. Right. If you look at it as a percentage of, you know, women entering the force, it's less of course, but the point I'm trying to make is that over the years the numbers have been increasing, and even if you look at Kerala, for example, when I joined the service in 2013, when I reached the state, I was the third Malayali lady IPS officer. Okay. And I was coming into the service after almost a 20-year gap. So I mean before that, for a gap of period of 20 years, there was no Malayali lady who had come into the IPS in Kerala. അപ്പം അതിനുശേഷം നോക്കുവാണെങ്കിൽ almost every year we've had you know, lady officers coming into the cadre, and the number of women opting for the IPS has also gone up. അപ്പോൾ ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നമ്പേഴ്സ് കൂടുന്നുണ്ട്, and women are voluntarily also opting for the IPS, unlike earlier years where this was seen as only a man's job and not a very woman friendly domain. അതിപ്പം തീർച്ചയായിട്ടും മാറുന്നുണ്ട്, and that is something which we can see in the National Police Academy. I mean, if you look at the number of women undergoing training, and the numbers are increasing by the year, so that's an encouraging trend. സോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ സെർവൻസ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? ഇത് ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഇപ്പം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് റവന്യൂ കളക്ഷൻ, പിന്നെ സിവിൽ ഏരിയാസ് അതിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അതെല്ലാം അവരുടെ ഭാഗം എന്നതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു 23% നമ്മുടെ ഫോറസ്റ്റ് കവറാണ്. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് കുറേ നാഷണൽ പാർക്സ്, സാങ്ച്വറി ഏരിയാസ് ഉണ്ട്, ടൈഗർ റിസർവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റും പ്രൊട്ടക്ഷൻ, പിന്നെ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ട്സും ലോസും ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, അതിൻ്റെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് എല്ലാം ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു IFS ഓഫീസറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫീൽഡിൽ ആളാദ്യമായിട്ട് IFSൽ ഇൻഡക്റ്റ് ആകുമ്പം ആളുടെ ഫസ്റ്റ് ഒരു പോസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഫീൽഡ് ലെവൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പം നമ്മുടെ ഇപ്പം കേരളത്തിൻ്റെ ഏരിയ ഫുള്ള് പല ഫോറസ്റ്റ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിവിഷനും ഓരോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ ഏരിയ സംടൈംസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, സംടൈംസ് ഒരു 2 ഡിസ്ട്രിക്റ്റിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയാസും ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒരു വാട്ടർ ഷെഡ് ബേസിസിലാണ് നമ്മുടെ ഡിവിഷൻസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് ഫോളോ ദ ബൗണ്ടറി ഓഫ് എ ഡിസ്ട്രിക്റ്റ്. അപ്പം ആ ഏരിയ മാനേജ് ചെയ്യുക, അതിൻ്റെ വൈൽഡ് ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ബൗണ്ടറി ഡിമാർക്കേഷൻ, പിന്നെ ആ ഏരിയയിലുള്ള ഫോറസ്റ്റിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ്, ഇതെല്ലാം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ് നോക്കുന്നത്. സാറിനെ എപ്പോഴും സർവീസിൽ തുടരാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും പാസ്റ്റ് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
സ്റ്റിൽ ദാറ്റ് മോട്ടിവേറ്റ്സ് യു? സാറിന് ഭയങ്കര ഇഷ്ടമുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടെന്ന് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എനിക്ക് നല്ല രസമുള്ള, ഞാൻ ASP ആയിരുന്നപ്പോൾ എന്നെ ബോംബ് പറഞ്ഞിരുന്നു. അറ്റ് അറൗണ്ട് 40 odd surgeries done on me. I barely survived. അതൊരു നല്ല അനുഭവമായിരുന്നു. ബോംബ് പൊട്ടി മരിച്ചില്ല, ബോംബ് പൊട്ടിയാലും നമ്മൾ സർവൈവ് ചെയ്യുമെന്ന് മനസ്സിലാവുന്ന തന്നെ ഒരു ഭയങ്കര ഒരു ഐ സ്റ്റിൽ റിമെമ്പർ ദറ്റ് യുനോ എൻ്റെ കൈയൊന്നും എനിക്ക് അനക്കാൻ പറ്റത്തില്ലായിരുന്നു കുറേ നേരം. അപ്പം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ആശുപത്രിയിലെത്തി 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ കാലിലും കണ്ട് കുത്തിയപ്പോൾ ഞാൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വെർ ഓവർജോയ്ഡ്. ഭയങ്കര സന്തോഷമായി അവർക്ക്. വെച്ചാൽ എൻ്റെ സെൻസേഷൻസ് പോയിട്ടില്ല, എനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദേ വർ ഷ്യൂർ ദാറ്റ് ദേ കുഡ് ബ്രിങ് മീ ബാക്ക് ടു. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത. അതുപോലെ അന്ന് ഞാൻ ആദ്യത്തെ സർജറി നടത്തുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് കാണണം, ഒരു ഡൂയിങ് ഒന്നായി, എനിക്ക് ബോധമുണ്ട് കാണണം എന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ ഈ മറ്റേ മോണിറ്റർ കാണിച്ചു തന്നു, എൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ കാണിച്ചു തന്നു. അപ്പോൾ ഐ തോട്ട് ഐ വാസ് കാം. പക്ഷേ അതിനകത്ത് അപ്പോൾ കാണിച്ചിരുന്ന 123 അങ്ങണ്ട എൻ്റെ. അത് ഇഫ് യു ബ്രിങ് ഇറ്റ് ബിലോ 80 ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ആ ഓപ്പറേറ്റിംഗ് ടേബിളിൽ കിടന്ന് ഞാൻ കുറേ ശ്വാസമൊക്കെ എടുത്ത് വലിച്ച് ആകാശത്തെക്കുറിച്ചും സമുദ്രത്തിനെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് കുറേ മെനക്കെട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് കെയിം ഡൗൺ ടു അറൗണ്ട് 70. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ നീ വാക്ക് പാലിക്കണം, അതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ അത് ഞാൻ 80 താഴെ കൊണ്ടുവന്നാണ് ഞാൻ 70 എത്തിച്ചത്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇനി എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു. ആൻഡ് ഐ വാച്ച്ഡ് മൈസെൽഫ് ബീങ് ഓപ്പറേറ്റഡ് ഓൺ. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ സർവീസിൽ മാത്രം കിട്ടുന്ന, ഈ സർവീസിൽ വന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ, 1-2 അല്ല. പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും വെച്ച് കാണുന്ന ആൾക്കാർ അവരുടെ മുഖത്തുനിന്ന് വരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ പബ്ലിസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ സെക്ഷൽ അസോൾട്ട് കേസസ് ഒരുപാട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒരുപാട് വിക്ടിം സർവൈവേഴ്സിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകരുതെന്നുള്ളതാണ്. അപ്പം ഡീറ്റെയിൽസ് പുറത്ത് പോകുമെന്ന് പേടിച്ചിട്ട് പരാതി തരൂല്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഇപ്പം ഞാൻ ഇരുത്തി ചീത്ത വിളിക്കും. എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 400 സർവൈവേഴ്സ് അതേ വിത്ത് മീ. അവരുടെ ഒരു ഡീറ്റെയിൽ ഇന്നുവരെ പുറത്ത് പോകാതെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ അവർക്കിപ്പോൾ എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം ഹൗസ് ഹോൾഡ് നെയിം ടു ദം. ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്തുണ്ടായിട്ടുള്ള നല്ല അനുഭവം, ഞാൻ അങ്ങനെ ഒരു സർവൈവറെ ഞാൻ സഹായിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്തു, റെസ്റ്റോർ ചെയ്തതിന് ശേഷം 1 day ഷീ വാക്സ് ഇൻ ടു മൈ ഓഫീസ്. ഒരു സിനിമാ പ്രവർത്തകയും കൊണ്ടാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. മണിമേഖല എന്ന് പറഞ്ഞ സിനിമാ പ്രവർത്തകയും കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സർ ഐ വാണ്ട് ടു ടെൽ മൈ സ്റ്റോറി ടു ദ വേൾഡ്. ഞാൻ പറഞ്ഞു വേണം മോളെ ഇതൊക്കെ. സോ വാട്ട് ഡിഡ് ഐ ഡു റോങ്? അവരിപ്പോൾ ഒരു വക്കീലാണ്, വിളിച്ചാൽ വരും. ഞാനെന്ത് തെറ്റ് ചെയ്തു? എൻ്റെ അടുത്തല്ലേ സാർ തെറ്റ് ചെയ്തത്. സോ വൈ ഷുഡ് ഐ ഹൈഡ് ബിഹൈൻഡ് എ സ്ക്രീൻ? ഐ എം കമ്മിങ് ഔട്ട് എന്ന് തോന്നുന്നു. അവർ പുറത്തിറങ്ങിയ എല്ലാം വിളിച്ച് പറഞ്ഞു. മണിമേഖല അവരെ കുറിച്ച് സിനിമയൊക്കെ ഉണ്ടാക്കി, അത് നാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പോയി, എൻ്റെ ബൈറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ആ സ്ത്രീയെ വിളിച്ച് അവർ വരും. അവർ ഷീ ഈസ് നോട്ട് എ വിക്ടിം എനിമോ, ഷീ ഈസ് എ സർവൈവർ, ഷീ ഈസ് എ മെസ്സായ ഓഫ് ചേഞ്ച്. ഇനി സാറിന് എവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ പൊക്കോളാമെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യു കാൻ ഇമാജിൻ ദ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് ഗിവ്സ്. ഒരു തകർന്നു പോയൊരു വ്യക്തിയെ, ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയൊരു വ്യക്തി, അയാളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് അയാളിപ്പം മറ്റുള്ളവർക്ക് തണലാവുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പങ്ക് ഞാൻ മാത്രമാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് അതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന പ്രക്രിയയുടെ ഭാഗമാക്കാവുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ ഇൻ ദ സർവീസ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ഇൻ ദ സർവീസ്. സത്യം പറഞ്ഞാൽ സർവീസിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണങ്ങളാണ് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളെക്കാൾ എത്രയോ കൂടുതൽ. കണ്ടിന്യൂ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊരു 5 എണ്ണം ആണെങ്കിൽ ഇതൊരു 50,000 എണ്ണം കാണും, അല്ലെങ്കിൽ 5 ലക്ഷം കാണും. ഇത് നമ്മളെ വിച്ച് പ്രോപ്സ് യു ഓൺ, വിച്ച് കീപ്സ് യു ഓൺ, വിച്ച് എക്സ് യു ഓൺ. അങ്ങനെ വളരെ പോസിറ്റീവ് നോട്ടിലാണ് ഞാൻ ഈ സർവീസിനെ കാണുന്നത്, എൻ്റെ അനുഭവങ്ങൾ കാണുന്നത്, എൻ്റെ ജീവിതം കാണുന്നത്. നോ റിഗ്രറ്റ്സ്. വെൽ ഫ്രം ഈ ഒരു ആസ്പിറൻ്റ് ലൈഫിൽ അവർ മാഡം ഒരു കാലത്ത് ആസ്പിറൻ്റ് ആയിരുന്നു. സോ യു വുഡ് ഹാവ് നോൺ ദ ഫ്രസ്ട്രേഷൻസ് ആൻഡ് ഓൾ ദോസ് പ്രഷേഴ്സ് ആർ ടേക്കിംഗ് ഡ്യൂറിങ് പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. അതുകൂടാതെ ഈ ഒരു സർവീസിലേക്ക് വരുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ്
what should they expect, or what kind of students actually aspire for this job? So what kind of message you have to say to the aspirants actually? എനിക്ക് പറയാനുള്ളത് lot of people actually come into the service because of parental pressure or because of peer pressure. That is something that one needs to be very very careful about. Because ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ലോങ് ഡ്രോൺ ഔട്ട് ടഫ് പ്രോസസ്സാണ്. അപ്പം നമുക്കൊരു ഇൻട്രൻസിക് ആയിട്ട് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. പ്ലസ് വെൻ യു ലുക്ക് ബാക്ക്, എസ്പെഷ്യലി ഇഫ് യു ഡോണ്ട് സക്സീഡ്, യു ജസ്റ്റ് ഫീൽ ദാറ്റ് യു വേസ്റ്റഡ് വെരി precious years of your youth pursuing a goal which was never yours to begin with. So it's very important that the motivation to try for the civil service comes from within you. നിങ്ങൾക്ക് ഈ ജോലി താല്പര്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് aspire ചെയ്തിട്ട് കാര്യമുള്ളൂ. Because forget the job itself. The process of trying for the exam and appearing in the exam itself requires tremendous dedication and self-motivation, which can come only if you truly feel that this is your goal. That's the first thing. The second thing is always have a plan B, because civil service in the is after all a gamble. 100% നമ്മൾ ഇതിൽ സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. You can only try your best and give it your 100%, but still, because of the nature of the exam and the scale of the competition, it's not possible for every single aspirant to succeed in this journey. So if you have a plan B, that makes it much easier to actually move on in life if you do not succeed in this exam, and you won't feel as though you do not have a sense of direction, or you do not have a sense of purpose once you move on from this journey. So that is very important. The third thing is when you're preparing for this exam, you should prepare for it as though you do not have any other option in life. സോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല. സോ ദാറ്റ് യൂസ് ടു ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ മീ. So it is good to have a certain level of desperation in you, but somewhere at the back of your mind you should also know that in case it doesn't work out, you can always move on to something else. So that helps you to maintain a healthy balance and also avoid a great deal of disappointment if you do not ultimately succeed. Finally, എനിക്ക് പറയാനുള്ളത് ഇതൊരു ലോങ് ജേർണിയാണ്, ടഫ് ജേർണിയാണ്, ബട്ട് ഇറ്റ്സ് എ വെരി റിവാർഡിംഗ് ജേർണി. സോ ഡോണ്ട് ഗെറ്റ് സ്കെയർഡ് ബൈ ദ തോട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ ഓർ ദ nature of the exam. It's always worthwhile to give it a shot. ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും, നമ്മൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് വരും, വിച്ച് is an asset in itself. So the level of knowledge that you acquire in this journey is very very valuable, and that is something worth aspiring for in itself. So never see this journey as a waste, never see your preparation as a waste of time. Everything that you pick up and learn along the way will be useful to you in life, no matter what you finally end up doing. So always be positive in this journey and give it your 100%, and definitely if you deserve it, success will come to you. ഫോറസ്റ്റ് സർവീസ് ഇച്ചിരി ടഫ് സർവീസാണ്. യു ഷുഡ് ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഫസ്റ്റ്, എന്നിട്ട് വേണം ഫോറസ്റ്റ് സർവീസിനെ കുറിച്ച് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എല്ലാവർക്കും ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സിൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആരും അറിയുന്നില്ല. നമ്മൾ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലൈം ലൈറ്റിലൊന്നും വരാൻ വി ആർ നോട്ട് ട്രൈങ് ഫോർ ദാറ്റ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള ആൾക്കാരും കൂടുതൽ ഫോറസ്റ്റ് സർവീസിലേക്ക് വരണം, ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പിന്നെ എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും വരണം. പിന്നെ ആസ്പിരൻസിനോട് ഞാൻ പറയുന്നത് യു ഷുഡ് ട്രൈ നെവർ ഗിവ് അപ്പ്. പിന്നെ എന്താണ്, ബേസിക്സ് ഒക്കെ, ഫണ്ടമെൻ്റൽ തിങ്സൊക്കെ നമ്മൾ നല്ല തറവാക്കണം. Final tip is what? See, civil services is not for the brilliant people. That's another കാര്യം. It is for the average and below average people. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ശരാശരിക്കാരനെ സർക്കാരുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമായിരിക്കണം സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര എക്സ്ട്രോർഡിനറി ബ്രില്യൻ്റ് ആവാൻ റോക്കറ്റ് സയൻസിന് പോയാൽ മതി, അവന് സിവിൽ സർവീസിൻ്റെ ആവശ്യമില്ല. സാധാരണക്കാരായിട്ടുള്ളവർ സിവിൽ സർവീസിലേക്ക് അധ്വാനിച്ച് കയറി വരണം. അപ്പോഴേ നമ്മുടെ നാടിനും സാധാരണക്കാർക്കും അതുകൊണ്ട് ഗുണവും ഉണ്ടാവുള്ളൂ.
this was my last parting tip to all of you. All the best to all of you. May all of you succeed. എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സക്സീഡ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സിവിൽ സർവീസിൽ സക്സീഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. Let all of you succeed and let all of you learn how to work hard. ഹാർഡ്ലി വർക്ക് അല്ല, വർക്ക് ഹാർഡ്. അതിനുള്ള ഒരു പഠനമായി മാറട്ടെ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.